പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പുഷ്പവനം ഈ കഥ കേൾക്കൂ. പൂങ്കാവനം എന്നറിയപ്പെടുന്ന കാട്ടിൽ പലതരം മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആന, മാൻ, കുരങ്ങൻ, മുയൽ, മയിൽ, അണ്ണാൻ എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പേരുപോലെ ധാരാളം പൂക്കളും ചെടികളും നിറഞ്ഞ മനോഹരമായ ഉദ്യാനമായിരുന്നു ആ വനം. പൂക്കളുടെ സുഗന്ധം നിറഞ്ഞ അവിടെ മൃഗക്കുട്ടികൾ സന്തോഷത്തോടെ ഉല്ലസിച്ചിരുന്നു. എന്നാൽ ഇത്തവണത്തെ വേനൽ വളരെ കടുത്തതായിരുന്നു. മഴ പെയ്യാതിരുന്നതിനാൽ കാട്ടിലെ പല ഭാഗങ്ങളും ഉണങ്ങി. പച്ചപ്പുല്ലുകൾ കരിഞ്ഞുണങ്ങി. പൂക്കൾ കാണാനില്ലാതായി. പൂങ്കാവനം മരുഭൂമി പോലെയായി. കാടിന് മങ്ങലേറ്റപ്പോൾ മൃഗങ്ങളുടെ മുഖവും മങ്ങി. ഒരു ദിവസം ആനക്കൂട്ടത്തിൻ്റെ തലവൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തൊരുമിച്ച് വനത്തിനായി പ്രവർത്തിക്കണം. ഓരോരുത്തരും ഒരു പൂച്ചെടിയെങ്കിലും നട്ടാൽ നമ്മുടെ കാട് വീണ്ടും മനോഹരമാകും. ആ ആശയം എല്ലാവർക്കും ഇഷ്ടമായി. മുയലും അണ്ണാനും ചെറുകുഴികൾ കുഴിച്ചു. മാനും മയിലും കാട്ടിൽ നിന്ന് ചെറിയ ചെടികൾ കൊണ്ടുവന്നു. കുരങ്ങൻ മരങ്ങളിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചു. അവർ കാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവയെല്ലാം കുഴിച്ചു വച്ചു. കൊമ്പനും കൂട്ടുകാരും അടുത്തുള്ള ജലാശയത്തിൽ നിന്ന് തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് ചെടികൾ നനച്ചു. എല്ലാ ദിവസവും മൃഗങ്ങൾ മാറി മാറി ചെടികളെ പരിപാലിച്ചു കൊണ്ടിരുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് അത്ഭുതം സംഭവിച്ചു. ചെറുചെടികൾ വളരാൻ തുടങ്ങി. ചെടികൾ വളർന്ന് പച്ച ഇലകൾ വിരിഞ്ഞു. സാവധാനം അവയിൽ പൂമുട്ടുകൾ ഉണ്ടായി. ചുവപ്പ്, മഞ്ഞ, നീല, വെള്ള നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു. കാട് മുഴുവനും വീണ്ടും മനോഹരമായി. പൂക്കളുടെ സുഗന്ധം എല്ലായിടത്തും പരന്നു. തേനീച്ചകളും പൂമ്പാറ്റകളും വണ്ടുകളും ആവേശത്തോടെ ചിറകടിച്ചെത്തി. പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. മൃഗങ്ങൾ ആ ഉദ്യാനത്തിൽ ഒത്തുകൂടി ആനന്ദത്തോടെ കളിച്ചു. ഇതെല്ലാം കണ്ട് കൊമ്പൻ പറഞ്ഞു, ഒരു പൂച്ചെടി നട്ടുപിടിപ്പിച്ചപ്പോൾ കാടിൻ്റെ മുഖം എത്ര മനോഹരമായി. ഇനിയും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ധാരാളം വൃക്ഷങ്ങളും പൂച്ചെടികളും നട്ടുപിടിപ്പിച്ച് പരിപാലിക്കാം. അങ്ങനെ ചെയ്താൽ ലോകം കൂടുതൽ മനോഹരമാകും. മൃഗങ്ങൾ തലകുലുക്കി സമ്മതിച്ചു. ഒത്തൊരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ ലോകം കൂടുതൽ മനോഹരമാകുമെന്ന് തെളിയിച്ചു തന്ന കൊമ്പനാനയെ എല്ലാവരും അഭിനന്ദിച്ചു. അന്നു മുതൽ ആ കാട് പുഷ്പവനം എന്ന പേരിൽ പ്രശസ്തമായി.